നാളെ പരലോകത്ത് വെച്ച് സംഭവിക്കുന്ന ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. നാളെ മറിയം ബീവിയോടും ഈസാ നബിയോടും അള്ളാഹു ചോദിക്കും, നിങ്ങളാണോ നിങ്ങൾ ആരാധിക്കാൻ വേണ്ടി, നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവരോട് കൽപ്പിച്ചിട്ടുള്ളത്? ഇത് ചോദിക്കുമെന്നാണ്. അവർ പറയും, റബ്ബേ, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ നീയല്ലേ. അതിനെ നിഷേധിക്കുമെന്നാണ്. ഈ ശിർക്ക് ചെയ്യുന്ന, ഇവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഇവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ മുഴുവൻ പരലോകത്ത് വെച്ച് അവർ നിഷേധിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിൽ ഈസാ നബി അലൈഹി സ്വലാം പറയുന്ന ഒരു വാക്കുണ്ട്, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ സമുദായത്തിന് പുറത്തു കൊടുക്കണേ. പ്രവാചകൻ അത് വായിച്ചിട്ട് ഖുർആൻ ആ ആയത്ത് ഓതി ഒരു രാത്രി മുഴുവൻ കരഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. ആ രംഗം വളരെ വളരെ വേദനാജനകമായ ഒരു രംഗമാണ്. നാളെ അള്ളാഹു ചോദിക്കും, ഇവരെ ആരാധിച്ച് ഇവരെ പൂജ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം നാളെ പരലോകത്തെത്തുമ്പോൾ ഈ ആരാധ്യന്മാർ തന്നെ ഇവരെ തള്ളിക്കളയുന്ന ഒരു സ്ഥിതിവിശേഷം എല്ലാ ശിർക്കിന്റെ ആളുകൾക്കും അതുണ്ടാകും. ഇവിടെ ഇപ്പോൾ CM വലിയുള്ളയെയും അതുപോലെ തന്നെ പലരെയും ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്താനും